Yes, I think the live has started. Good evening, all. Good evening, and welcome back to yet another live session from Let's Subway Language Academy. It's me, Harish, back with yet another exciting case note with the model answer. So, നമ്മൾ case number 20, case note number 27 ആയിട്ടാണ് വന്നിരിക്കുന്നത്. സോ വീണ്ടും ഒരു എന്താ പറയുക പുതിയ പുതിയ രീതിയിലുള്ള എക്സാം ബേസ്ഡ് മെറ്റീരിയൽസും ഡിസ്കഷൻസുമായിട്ട് ടെക്സ്റ്റ് ലാംഗ്വേജ് അക്കാഡമി പോകുമ്പോൾ കുട്ടികളുടെ സപ്പോർട്ട് തന്നെയാണ് നമുക്ക് ഏറ്റവും അതിലൊരു മെയിൻ ഒരു സപ്പോർട്ടിംഗ് പില്ലർ എന്ന് പറയുന്നത് തന്നെ. And also, I think definitely it will be helping factor for all the students across the world who is preparing for OET because they are getting updated materials, be it from speaking, writing, reading, or whatever it be. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ട്യൂസ്ഡേ ടു ഫ്രൈഡേ ലെക്ചർ ലാംഗ്വേജ് അക്കാഡമി എല്ലാ ആഴ്ചകളും മുടങ്ങാതെ ലൈവ് സെഷൻസ് വന്ന് കുട്ടികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള എക്സാം ബേസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഡിസ്കസ് ചെയ്ത് അതിൻ്റെ മോഡൽ ആൻസറും കൊടുത്തു പോകുന്നുണ്ട്. സോ അത് നമുക്ക് ഒരുപാട് പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസ് കിട്ടുന്നതുകൊണ്ട് തന്നെയാണ് നമ്മളത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും കീപ് സപ്പോർട്ടിങ് എസ് ആൻഡ് വിൽ ബി സപ്പോർട്ടിങ് യു വിത്ത് ദ ക്വാളിറ്റി ഡിസ്കഷൻസ് ആൻഡ് ക്വാളിറ്റി മെറ്റീരിയൽസ് ഡെഫിനറ്റ്ലി. സോ 2023 പാസ് ഔട്ട് സ്റ്റുഡൻസിന് ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ലൈവ് സെഷൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. സോ ഇപ്പം റീസെൻ്റ്ലി ഗ്രാജുവേറ്റഡ് പാസ് ഔട്ട് ആയിട്ടുള്ള 2023 BSc നഴ്സിംഗ് സ്റ്റുഡൻസിന് ഓൺലൈനിൽ അല്ല ഇപ്പം കുറേ കുട്ടികൾ അവരുടെ കൺസേൺസ് എന്ന് പറയുന്നത് അവർക്കിപ്പം കോമ്പൻസേഷൻ ഡ്യൂട്ടീസ് ഉണ്ടാവാം, അല്ലെങ്കിൽ 1 ഇയർ ബോണ്ടുള്ള കുട്ടികളുണ്ടാവാം. ഒരുപാട് കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കുറച്ച് കൺസേൺസ് പറയുന്നുണ്ട്. വന്ന് പഠിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ടുകളും ഓൺലൈൻ അവർക്ക് എത്രത്തോളം പറ്റും എന്നുള്ളതിൻ്റെ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ അവരെ കുട്ടികൾ വിളിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. സോ എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഓൺലൈൻ ആണെങ്കിലും റെഗുലറായിട്ട് പഠിക്കുകയാണെങ്കിലും ഹാർഡ് വർക്ക് എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ അല്ലേ. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു 2023 ഇപ്പോൾ പാസ് ഔട്ടായ കുട്ടികൾ യു മൈറ്റ് ഹാവ് ടേസ്റ്റഡ് ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ബോത്ത് ഓൺലൈൻ ആസ് വെൽ ആസ് റെഗുലർ ട്രെയിനിങ് അല്ലേ. നിങ്ങൾ നഴ്സിംഗ് പഠിച്ച കാലഘട്ടത്താണെങ്കിൽ പോലും ഓൺലൈനായിട്ട് കൊറോണയുടെ സമയത്തൊക്കെ ഒരുപാട് ഓൺലൈൻ ട്രെയിനിങ് എടുത്ത കുട്ടികളായിരിക്കും നിങ്ങൾ. ക്ലാസ്സുകളൊക്കെ അതുപോലെ റെഗുലറായിട്ട് പഠിച്ച കുട്ടികളാണ്. അപ്പോൾ നിങ്ങൾക്ക് രണ്ടിൻ്റെയും നല്ല വശങ്ങളും ചീത്തയായ കാര്യങ്ങളും നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ പറ്റും. സോ ലെക്ചർ ലാംഗ്വേജ് അക്കാഡമിയിൽ ഇറ്റ്സ് ബീൻ മോർ ദാൻ 2 years, 2 വർഷത്തിൽ കൂടുതലായി നമ്മൾ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നമ്മൾ വന്നിട്ട് റെഗുലറായിട്ട് 1.5 വർഷം മുതലായിട്ടുള്ളൂവെങ്കിലും 2 വർഷത്തിൽ കൂടുതലായി നമ്മൾ ഓൺലൈൻ രംഗത്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സോ നമ്മൾ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഏറ്റവും വലിയ അഡ്രസ്സ് ചെയ്തൊരു കൺസേൺ എന്ന് പറയുന്നത് ക്വാളിറ്റി ഓഫ് ട്രെയിനിങ് ആണ്. ഇപ്പോൾ ഒരുപാട് സ്ഥാപനങ്ങളിലും ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സിലും ഓൺലൈൻ എന്ന് പറയുന്നത് കുട്ടികളെ അത്രയും സീരിയസ് ആയിട്ട് എടുക്കാതെ ഒരു പേഴ്സണൽ ട്രെയിനറെ ഏൽപ്പിച്ച് അങ്ങ് ഒഴിവാകുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ലെക്ചർ ലാംഗ്വേജ് അക്കാഡമി തീർച്ചയായിട്ടും റെഗുലർ പ്ലാറ്റ്ഫോമിൽ നമ്മൾ എങ്ങനെയാണോ ഒരു കുട്ടിയെ ട്രെയിൻ ചെയ്യുന്നത് അതുപോലെ തന്നെ അത്രയും സീരിയസ്നെസ്സോടുകൂടി ആ സെയിം ക്ലാസ്സുകൾ അതേ ക്വാളിറ്റിയോടെ നമ്മൾ ഓൺലൈനിലും കൊടുക്കാനായിട്ട് തീരുമാനിച്ചത്. തീർച്ചയായിട്ടും നമുക്കൊരു സിംഗിൾ ട്രെയിനർ മാത്രമായിരിക്കില്ല നിങ്ങൾ ട്രെയിൻ ചെയ്യുന്നത്. റൈറ്റിങ്ങിന് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള റൈറ്റിംഗ് ട്രെയിനേഴ്സ്, സ്പീക്കിങ്ങിന് മാത്രമായിട്ട് അതിൻ്റെ സ്പെഷ്യലൈസ്ഡ് ട്രെയിനേഴ്സ്, റീഡിങ് ലിസണിങ്ങിനായിക്കോട്ടെ അതിൻ്റെ മാസ്റ്റർ ട്രെയിനേഴ്സ്, പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെഗുലർ ക്ലാസ്സുകളിൽ എക്സാം ബാച്ച് കുട്ടികൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്ന എൻ്റെയും പ്രിയങ്ക മാമിൻ്റെയും ഒക്കെ റൈറ്റിംഗ് സ്പീക്കിംഗ് ഡിസ്കഷൻ ക്ലാസ്സുകളും നമ്മൾ ഓൺലൈനിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പിന്നെ ഡ്യൂട്ടിയുടെ പ്രശ്നം കുട്ടികൾ പറയുന്നുണ്ട് അല്ലേ. ഡ്യൂട്ടീസ് നമ്മൾ വച്ചിട്ട് ക്ലാസ്സസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള കാര്യം ഓർക്കേണ്ട കാര്യം. 12 hour ഡ്യൂട്ടി ചെയ്യുന്ന നഴ്സസ് പോലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓൺലൈനായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ അവർക്ക് കുറച്ച് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. ബട്ട് 12 hour ഡ്യൂട്ടി ചെയ്യുന്നതുകൊണ്ട് തന്നെ പക്ഷേ അവർ ഒരുപാട് രീതിയിൽ അവർക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അവർക്കും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഫ്ലെക്സിബിൾ ക്ലാസ്സുകൾ തന്നെയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം പല പല രാജ്യങ്ങളിലുള്ള കുട്ടികൾ പല പല സമയങ്ങളിൽ ജോലി ചെയ്യുന്നു. അവരുടെ അവൈലബിൾ ടൈം എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളൊരു ഫിക്സഡ് ക്ലാസ് വെച്ച് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല അല്ലേ. അപ്പോൾ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ടാണ് നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ റീഡിങ് ക്ലാസ്സുകൾ, ലിസണിങ് ക്ലാസ്സുകൾ ഇതെല്ലാം പല പല സമയങ്ങളിലായിട്ട് കുട്ടികൾക്ക് കിട്ടുമ്പോൾ അവർക്ക് ലൈവായിട്ട് തന്നെ അവരുടെ ഇഷ്ട സമയത്തെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇനി റൈറ്റിംഗ് സ്പീക്കിങ്ങിലേക്ക് വരികയാണെങ്കിൽ തന്നെ വീണ്ടും ഈ പറയുന്ന പോലെ ഇൻഡിവിജ്വൽ സെഷൻസ് അഗെയിൻ ഒരിടാനുള്ള കാര്യമേ ഇല്ല. അവർക്ക് റെഗുലറിൽ കിട്ടുന്നത് പോലെ മൾട്ടിപ്പിൾ ട്രെയിനേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഡെയിലി ഇൻഡിവിജ്വൽ സെഷൻസ് കിട്ടുകയാണ്. അവർ ചൂസ് ചെയ്യുന്ന അവരുടെ പ്രിഫറബിൾ ടൈമിൽ അത് ഏത് സമയത്തും മോർണിംഗ് 7 AM തൊട്ട് നൈറ്റ് 1 o'clock വരെ നമുക്ക് ട്രെയിനേഴ്സ് അവൈലബിൾ ആണ്. ഈ ഒരു സമയത്ത് ഇത്രയും വലിയൊരു ടൈം സ്പാനിൽ നമുക്ക് ക്ലാസ്സസ് കിട്ടുന്നതാണ്. കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും അവരുടെ ട്രെയിനിങ് ചൂസ് ചെയ്യാം. അതുപോലെ ഞാനാണെങ്കിലും പ്രിയങ്കമാണെങ്കിലും ഡെയിലി കുട്ടികളുമായിട്ട് കോൺവെർസേഷൻസ് നടത്തുന്നുണ്ട്.
കുട്ടികളുമായി ഈ പറയുന്ന പോലെ ഡെയിലി റൈറ്റിംഗ് സ്പീക്കിങ്ങുമായിട്ടുള്ള ഡിസ്കഷൻസ്, ഇൻഡിവിജ്വൽ സെഷൻസിന് പുറമെ നമ്മൾ വീണ്ടും ഒന്നും കൂടെ ഒരു കുട്ടികളുമായിട്ട് ഒരു എന്താ പറയുക ഡിസ്കഷൻസ് നടത്തുന്നുണ്ട്. ഇതെല്ലാം ഒരുപാട് റെഗുലറിൽ കൊടുക്കുന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഓൺലൈനിൽ കൊടുക്കുന്നത്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. ലെറ്റ്സ് ലാംഗ്വേജ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സസ് ഒരിക്കലും നിങ്ങൾക്ക് അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നുന്നില്ല. അതിൽ ക്വാളിറ്റിയുടെ പ്രശ്നമില്ല. ഡെഫിനറ്റ്ലി ദിസ് ഇസ് മൈ ഗ്യാരണ്ടി. യു കെൻ ഡെഫിനറ്റ്ലി ആ ഒരു ആസ്പെക്ട് നിങ്ങൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. സോ ടൈമിങ്ങിൻ്റെ കാര്യം ക്വാളിറ്റി വൈസ് ആണെങ്കിലും നിങ്ങൾക്ക് ഒരിക്കലും മറ്റൊരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല. ഇനി 2023 പാസ് ഔട്ട് ആയിട്ടുള്ള ഈ വർഷത്തെ റീസെൻറ്റ് ഗ്രാജുവേറ്റ്സിന് ലെറ്റ്സ് ലാംഗ്വേജ് അക്കാഡമി ഒരു ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് 3 മാസത്തെ ഓൺലൈൻ ട്രെയിനിങ് അല്ലേ, അപ്പം ബിഗിനേഴ്സിന് നമ്മൾ കൊടുക്കുന്ന 3 month ഓൺലൈൻ ട്രെയിനിങ്ങിന് ഇപ്പോൾ അവർക്ക് നമ്മളത് അൺലിമിറ്റഡ് ആയിട്ട് കൊടുക്കുകയാണ്. സോ 3 മാസത്തെ ഇൻഡിവിജ്വൽ സെഷൻസോട് അടങ്ങിയ ഈ ഒരു ട്രെയിനിങ് സെഷൻ നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും പഠിക്കാവുന്ന രീതിയിലുള്ള ഒരു ഓഫറാണ് 2023 കുട്ടികൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഇതൊരു ബെസ്റ്റ് എവർ ഓഫറായിട്ട് നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാം. നിങ്ങൾ എവിടെ ഡ്യൂട്ടി ചെയ്യുന്ന കുട്ടികളാണെങ്കിലും, നിങ്ങൾ വീട്ടിലിരുന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ നേരിട്ട് പോയിരുന്ന് പഠിക്കാൻ താല്പര്യപ്പെടുന്നില്ലാത്ത ആളുകളാണെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ഈ പറയുന്ന ബിഗിനേഴ്സ് കോഴ്സ്, അൺലിമിറ്റഡ് ഓൺലൈൻ ട്രെയിനിങ്. അത് വെറുതെ ഗ്രൂപ്പ് ക്ലാസ്സുകളെടുത്ത് നമ്മൾ തീർക്കുകയല്ല ചെയ്യുന്നത്, ഇൻഡിവിജ്വൽ ട്രെയിനിങ്. നിങ്ങൾക്ക് പാസ്സാകുന്നത് വരെ നിങ്ങൾക്ക് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ ട്രെയിനിങ് തരാൻ തയ്യാറാണ്. കാരണം നമുക്ക് വി ആർ ഷുവർ ദാറ്റ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ചു കഴിഞ്ഞാൽ ഒരു വർഷവും അല്ലെങ്കിൽ പലരും എന്നോട് ചോദിച്ചൊരു ചോദ്യം, ഈ ഒരു ഓഫർ മുൻപോട്ട് വെച്ചപ്പോൾ നമ്മൾ ഫേസ് ചെയ്ത കുറേ ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ ഇതെങ്ങനെ പ്രാക്ടിക്കലാവും? കാരണം ഒരു കുട്ടി 5, 6, 7 മാസമൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫീസിൽ അങ്ങനെ നിങ്ങൾക്കിത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും. പല ക്വസ്റ്റ്യൻസ് നമ്മൾ ഫേസ് ചെയ്യേണ്ടി വന്നിരുന്നു. പക്ഷേ ഐ ആം കോൺഫിഡൻറ്റ്, കാരണം നമ്മുടെ ആ ഒരു ക്വാളിറ്റി ട്രെയിനിങ്ങും നമ്മുടെ മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റിയും നിങ്ങൾക്ക് കിട്ടുമ്പോൾ അധികം നാൾ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരില്ല. വിത്തിൻ 3 months or 4 months തീർച്ചയായിട്ടും നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റുമെന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ തീർച്ചയായിട്ടും ഈ ഓഫർ മുൻപോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഏറ്റവും ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ യു ക്യാൻ ടേക്ക് കെയർ ഓഫ് ദാറ്റ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു കോഴ്സിൻ്റെ കൂടെ തന്നെ 1 month, ഇപ്പോൾ നിങ്ങൾക്ക് 3 months ഓൺലൈനായിട്ട് പഠിച്ചു, ഓക്കെ, അല്ലെങ്കിൽ 3 or 4 months നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്യൂറേഷൻ നിങ്ങൾക്ക് പഠിക്കാം, അൺലിമിറ്റഡ് ആയിട്ട് പഠിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് നമ്മുടെ റെഗുലർ പ്ലാറ്റ്ഫോമിൽ ഒന്ന് എക്സാം ഒക്കെ എടുത്ത സമയത്ത് ഒന്ന് നേരിട്ട് വന്ന് ആ ഒരു എക്സാം ഫിയറൊക്കെ മാറ്റുന്ന, അല്ലെങ്കിൽ എക്സാം ഫിയറുള്ള കുട്ടിയാണ് സ്പീക്കിംഗ് നേരിട്ട് ചെയ്യാൻ ഓൺലൈൻ മൊബൈലിലൂടെ നമ്മൾ കോൺവെർസേഷൻ നടത്തി പ്രശ്നമൊന്നുമില്ല. പക്ഷെ നേരിട്ട് ചിലപ്പോൾ ഈ പറയുന്ന കോൺവെർസേഷൻ നടത്താൻ നമുക്ക് ചിലപ്പോൾ ഒരു ഇൻഹിബിഷനുള്ള കുട്ടികളായിരിക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങോട്ട് നേരിട്ട് പോരാം. ആ എക്സാമിൻ്റെ സമയത്ത് 1 month വരെ നമുക്ക് എക്സാം ബാച്ചിൽ എൻ്റെയും പ്രിയ മാമിൻ്റെയൊക്കെ പേഴ്സണൽ അസിസ്റ്റൻസോടുകൂടി നമുക്ക് ആ എക്സാം ബാച്ചിൽ നമുക്ക് ട്രെയിനിങ് എടുക്കാവുന്നതാണ് ഫോർ ഫ്രീ. അപ്പോൾ ഏകദേശം 25,000 രൂപ മുകളിൽ വരുന്ന ഒരു കോഴ്സാണ് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു തുച്ഛമായ ഒരു 14,500 എന്ന് പറയുന്ന ഒരു റേറ്റിംഗ് കിട്ടുന്നത്. സോ ഇത് വളരെയധികം എന്താണ് പറയുക, ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള വലിയൊരു ഓഫറാണ്. സോ ഈ ഓഫർ ലിമിറ്റഡ് ആണ്. നമ്മൾ 40 കുട്ടികൾക്ക് മാത്രമേ നമ്മൾ ഈ ഓഫർ കൊടുക്കുന്നുള്ളൂ. അഗെയിൻ ടു എൻഷുർ ദ ക്വാളിറ്റി. ആൻഡ് ഈ ഓഫർ നമ്മൾ ഈ June 30th എൻഡും ചെയ്യും. സോ അതിനുള്ളിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ഈ ഓഫറിൽ പഠിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും June 30th അഡ്മിഷൻ എടുക്കുക. ഇതൊന്ന് എല്ലാവരെയും അറിയിക്കണം എന്ന് എനിക്ക് തോന്നിയതാണ് ലൈവിൽ പറഞ്ഞത് കേട്ടോ. സോ സോറി ഫോർ ദ പ്രൊമോഷൻ anyways. So let's switch back to our content. So moving on to the case note number 27 കേസ് നോട്ടുമായിട്ട് നമുക്ക് മുൻപോട്ട് പോകാം. And as usual, I think we will start from the task. Yes, here it is. We'll start from the writing task. ഇതൊരു ഒഫീഷ്യൽ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ അല്ല, പക്ഷേ ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. അത് ആദ്യം പറഞ്ഞോട്ടെ, നമ്മൾ ഡെവലപ്പ് ചെയ്ത ക്വസ്റ്റ്യൻ അല്ല, ഇതൊരു മോഡലായിട്ട് നമ്മൾ കിട്ടുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ എന്തായാലും ഇത് തരാൻ, ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാൻ ഒരുപാട് ഇമ്പോർട്ടൻസ് തോന്നി. ഇതുപോലുള്ള സിമിലർ ക്വസ്റ്റ്യൻസ് എക്സാമിനേഷൻ വന്നിട്ടുണ്ട്. സിമിലർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ലൈവിൽ ഇതിന് മുമ്പുള്ള ഏതൊക്കെയോ ലൈവ് സെഷൻസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയതുകൊണ്ട് ഒന്നും കൂടെ ഈ ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഡിസ്കസ് ചെയ്യണമെന്ന് തോന്നി. സോ ദാറ്റ് ഇസ് ദ റീസൺ വൈ വി ഹാവ് കം വിത്ത് ദിസ് ക്വസ്റ്റ്യൻ അഗെയിൻ. സോ യൂസിംഗ് ദ ഇൻഫർമേഷൻ ഗിവൺ ഇൻ ദ കേസ് നോട്ട്സ്, write a letter for transfer of care to the patient's new nursing home. So here they have given, I think we have already discussed the concept of transfer of care. So I think we have some messages I forgot. Amal, hi, yes. Kavita, hello, yes. Thanks, Joseph Kurishingal, yes. Good evening. Anjana, good evening. Yes. Good evening all. Okay.
Training patterns are very good. God bless you. Okay, thank you, Jinsi, for that wonderful message. Okay. So, using the information given in the case notes, write a letter for transfer of care to the patient's new nursing home. In your letter, briefly outline Mr. Norton's history and ongoing management. Address your letter to Miss Emma Poinizzo, senior nurse, Brathwaite Nursing Home, Brathwaite. So, I just want to know the basic details that you guys would understand from this writing task. So please give me, actually give me, yes. Please give me some answers to the question. Who is the receiver of the letter here? And what type of letter it can be? What is the purpose of writing this letter? Is it for ongoing care or for further management? And also, is it what type of letter it is? Is it a referral letter or is it a transfer letter? So I think you can give me answers for this. I think all these answers can be identified from this question. So I will be reading out the question once again. So those who have got these answers, you can give it right now. Let it be a healthy discussion again. Yes. So using the information given in the case notes, write a letter for transfer of care to the patient's new nursing home. In your letter, briefly outline Mr. Norton's history and ongoing management. Address your letter to Miss Emma Poinizzo, senior nurse, Brathwaite Nursing Home, Brathwaite. So that's all about the question. So I think you can now give me the answers. So what type of letter it is, who the receiver is, then is it a known case or unknown case, and also I want to know the purpose. Is it for ongoing care or further management? So those who have got the answers can give your comments. Okay. So no. Yes, it is a transfer letter. The IBA says it is a transfer letter. Okay. What else? What else you have got? The receiver, type of letter, known case, unknown case, everything. Yeah. So Ashwini says it is a transfer letter and unknown case. Okay, fine, Ashwini, thank you. Or Ramya says it is a transfer letter. So transfer letter I think I do agree with that. Right? Transfer of care to the patient's new nursing home. Patient in the Pudia nursing home letter. Okay. So we have some more messages. Receiver is senior nurse. Very good. So here it is clearly given. The receiver is a senior nurse. It is a transfer letter. Transfer of care to the patient's new nursing home. Then for ongoing care and management. Very good. For ongoing care and management. Very good. And since it is to a new nursing home, we can clearly understand that it won't be a known case. It will definitely be an unknown case. Yes, Reba, unknown case. Unknown case. Yes, dance Joseph Kurishingal. Yes, unknown case. So I hope all the answers are given by Kavita in one stretch. Yes, not only just Kavita, most of you have given the correct answers. Okay, thank you so much for your messages anyways. So planning. So the reason why I have asked you this question is because whenever you approach a new case note, whenever I approach a question, you should have answers to all this in mind before you start writing. Unless and until you have a clear picture of, oh my god, whether it is for ongoing care or non, whether it is for ongoing care or further management, I'm not sure. Okay, let us just think it as an ongoing care. Assumptions work here. You should have specific answers always. So I hope everyone would understand these things very clearly. And now let's start reading the question. And before that, there is no plan as such given. Okay. Anyway, let's start reading the question from the first then. So, there are confusions in the patient nursing home. So the reason for transfer yes means good evening. Yes, patient nursing home. So definitely he is getting transferred to this nursing home, and we are writing this letter to the nurse who is there in this nursing home. So definitely it will be an unknown case, and the purpose of this letter is for ongoing care and management. So I think the selection of data won't be that problem.
നോക്കാം അല്ലേ? Read the case notes and complete the writing task which follows. Your nurse in charge home to be nursing home. One of your patients, Mr. Peter Norton, is moving to another home. So another nursing. അപ്പം വീണ്ടും ക്ലിയർലി പറയുന്നു, one of your patient is moving to another അല്ലെങ്കിൽ പീറ്റർ നോട്ടൺ എന്ന പേഷ്യന്റ് പുതിയ നഴ്സിംഗ് ഹോമിലേക്ക് പോവുകയാണെന്ന് വീണ്ടും അവർ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുകയാണ് അല്ലേ? And patient details, Peter Norton, he is 88-year-old, so definitely he is aged ആയിട്ടുള്ള ആളാണ്. So this information can be taken അല്ലേ? നമുക്ക് രണ്ടു പ്രാവശ്യം വായിക്കേണ്ട കാര്യമില്ല ഇത്. തീർച്ചയായിട്ടും ഫസ്റ്റ് ഹാൻഡ് റീഡിൽ തന്നെ നമുക്ക് കൃത്യമായിട്ട് എന്താണ് പേർപ്പസ് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സെലക്ഷൻ ഓഫ് ഡേറ്റയും ഒരുപാട് പ്രശ്നം വരാൻ സാധ്യതയില്ല. എന്തായാലും നമുക്ക് നോക്കാം. സെലക്ഷൻ ഓഫ് ഡേറ്റ പ്രശ്നം വരികയാണെങ്കിൽ നമുക്ക് രണ്ടാമതൊന്നും നോക്കാം അല്ലേ? So 88-year-old എന്ന് പറയുന്ന കാര്യം തീർച്ചയായിട്ടും നമുക്ക് സെലക്ട് ചെയ്യാവുന്ന കാര്യമാണ്. And Roseville nursing home, I think currently he is residing in a nursing home. So that is exactly the point why I have given this question. So ഇത്തരത്തിലുള്ള questions തീർച്ചയായിട്ടും നമുക്ക് എക്സാമിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. Here the patient is actually getting transferred to a new nursing home, and right now he is residing in a nursing home. See, അല്ലേ? ഇവിടെ പറയുന്നത് എന്താണ് ടാസ്കിൽ? Let's just cross check it once again. ഇവിടെ പറയുന്നു address a letter to Miss Emma Poinso, senior nurse, Braithwaite nursing home. So this person is being transferred to a nursing home. So usually നമ്മൾ പുതിയൊരു ഫെസിലിറ്റിയിലേക്ക് ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് യൂഷ്വലി പേഷ്യന്റിന് വീട്ടിൽ നിന്നായിരിക്കാം അല്ലേ? വീട്ടിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്നായിരിക്കാം, ICUയിൽ നിന്നായിരിക്കാം, വാട്ട് എവർ ഇറ്റ് ബി, എന്തായിക്കോട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ട്രാൻസ്ഫർ ലെറ്റേഴ്സ് ആണ് പൊതുവേ നമ്മൾ കാണാറ്. പക്ഷെ ഇവിടെ പറയുന്നു പേഷ്യന്റ് ഒരു നഴ്സിംഗ് ഹോമിലേക്കാണ് പോകുന്നതെങ്കിലും റൈറ്റ് നൗ ഹി ഈസ് നോട്ട് റിസൈഡിങ് ഓർ റൈറ്റ് നൗ ഹി ഈസ് നോട്ട് ഇൻ എ ഹോസ്പിറ്റൽ. ഹി ഈസ് നൗ റിസൈഡിങ് ഇൻ റോസ്വിൽ നഴ്സിംഗ് ഹോം. ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അല്ലേ? യെസ്, റോസ്വിൽ നഴ്സിംഗ് ഹോം. സോ ദിസ് പേഷ്യന്റ് ഈസ് getting transferred from one nursing home to other nursing home. Yes. So as I told you, this patient is getting transferred from one nursing home to another nursing home. He is not getting transferred from his home, he is not getting shifted from a hospital, but instead he is shifted from one nursing home to other nursing home. So I would like to hear from you, what exactly might be the reason for this transfer? Anganella transfer action undo? Yes, Raju, good evening. Good evening all. Yes. What can be the reason behind this? ഒരു nursing home ൽ നിന്ന് മറ്റൊരു nursing home ലേക്ക് നമുക്ക് ഒരാളെ ട്രാൻസ്ഫർ ചെയ്യേണ്ട കാര്യമില്ല അല്ലേ? So if you have the answer, you can give it to me now. Otherwise നമുക്ക് കണ്ടുപിടിക്കാം അല്ലേ? എന്തായിരിക്കാം എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. വാട്ട് ക്യാൻ ബി ദ റീസൺസ്? അങ്ങനെ വരുമ്പോൾ ഒരു നഴ്സിംഗ് ഹോമിൽ, ഇവിടെ ഈ റോസ്വിൽ നഴ്സിംഗ് ഹോമിൽ കൊടുക്കുന്ന അതേ ഫെസിലിറ്റീസ് തന്നെയായിരിക്കും ഈ പേഷ്യന്റിന് പുതുതായിട്ട് ചെല്ലുന്ന നഴ്സിംഗ് ഹോമിൽ കിട്ടാൻ പോകുന്നത്. പിന്നെ എന്തിനായിരിക്കാം അത് ട്രാൻസ്ഫർ? ദാറ്റ് ഈസ് ടു ബി നോട്ടഡ്. സോ ഇഫ് യു ഹാവ് ദ ആൻസർ, യു ക്യാൻ ലെറ്റ് മീ നോ ആൻഡ് നമുക്ക് ഡിസ്കഷൻ റെസ്യൂം ചെയ്യാം. ആൻഡ് നൗ മൂവിംഗ് ഓൺ ടു ദ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്. Widowed for 15 years. I think you can mention it. Cousin 50 kilometers away. This is Mary, so and so. No other family. So the patient is widowed. He has a cousin who is living 50 kilometers away. No other family, and this patient is migrated from Poland. Okay, this patient is migrated from Poland in 1949. Retired artisan, likes Polish folk music. So I think you can include this information, like Polish folk music, because it is the hobby of the patient. It is the interest of the patient. The patient's hobbies and interest definitely നമുക്ക് അറിയിക്കാൻ പറ്റും, because the patient is getting transferred. Patient transfer ആയി പോകുന്നതുകൊണ്ട് പേഷ്യന്റിനുള്ള ഹോബീസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റുകൾ തീർച്ചയായിട്ടും റീഡറിനെ അറിയിക്കാനായിട്ട് സാധിക്കാവുന്നതാണ്. കാരണം അവർക്കത് പേഷ്യന്റിൽ കൂടുതലായിട്ട് അത് അവർക്ക് അറേഞ്ച് ചെയ്യാനും അത് പേഷ്യന്റിന്റെ ഹോബീസിൽ ഇൻഡൽജ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ എടുക്കാനും തീർച്ചയായിട്ടും സാധിക്കും. And medical history, moving to the medical history of the patient. In 2011, alcohol related dementia, hepatic cirrhosis, I think all those can be avoided. So dementia can be mentioned, I guess, yes. Then 2019 road traffic collision,
fractured ribs and right humerus, you can avoid all those things. Medications nil, you can, so there is no medication, so I think dementia is only one we can mention because it is like ongoing, I guess. And presently complaint patient with multiple health problems require constant nursing care. So patient has now multiple health issues. Yeah, definitely this patient is 88-year-old and he needs constant nursing care because of his multiple health issues. They haven't clearly given any problems as such, so they have just given multiple health issues. That's it. So treatment record 26/9/2019 admitted from acute care. Okay, fine. Forgetful recent events. And let's now look into the time span of the incident. 26/9/2019 മുതൽ പോവുകയാണ്. 13/10, 23rd/10, 25/12, 2nd January, yes, 10th of January, അല്ലേ? ഇപ്പോൾ 10th of January 2020 ആണ്. 10 Jan 2020. 10 Jan 2020 ആണ് today's date കൊടുത്തിരിക്കുന്നത്, അല്ലേ? 10 Jan 2020. See, so how long the incidents have started? Like, ആലോചിക്കുക, അല്ലേ? എത്ര Jan തന്നെയാണോ? Yeah, 10 Jan 2020. അപ്പോൾ എത്രയോ മാസങ്ങൾ മുമ്പുള്ള ഇൻസിഡൻസ് ആണ് പറയുന്നത്, അല്ലേ? സോ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ 4, 5, 6 മാസങ്ങൾക്ക് മുമ്പുള്ള ഇൻസിഡൻസ് പറയുമ്പോൾ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടാവും നമ്മൾ ആലോചിക്കണം. സോ വളരെ കെയർഫുൾ ആയിട്ട് വരികയാണ് നമ്മൾ ഈ ദിവസങ്ങൾ, ഈ മാസങ്ങൾ കൂടുന്തോറും മുമ്പുള്ള കാര്യങ്ങൾ നമ്മൾ പ്രസന്റിൽ പറയുമ്പോൾ അതിനത്രത്തോളം റെലവൻസ് ഉണ്ട് എന്ന് നോക്കി അസസ് ചെയ്ത് വേണ്ടി മാത്രം നമ്മൾ എഴുതുക. എന്നാൽ നമുക്ക് ജസ്റ്റ് വായിച്ചിട്ട് ഞാൻ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നോക്കാം, അല്ലേ? ഓക്കെ. So admitted from acute care, forgetful recent events, resistive behavior, argues, yells, shouts, pulls away from staff when attempts to gate. So very kind of a resistive behavior ആയിരുന്നു പേഷ്യന്റിന് ഉണ്ടായിരുന്നത് ഇനീഷ്യലി എന്നാണ് പറയുന്നത്, അല്ലേ? Then resistant to care from female nurses, refuses to walk or take meals in dining room, insist bathe weekly. So വളരെ ഒരു അറഗന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു ഈ പേഷ്യന്റിന് ഉണ്ടായിരുന്നത് ഇനീഷ്യലി. ആൻഡ് മാനേജ്മെന്റ് പ്ലാനിലേക്ക് വരികയാണെങ്കിൽ മെയിൽ നഴ്സസ് സെയിം കെയറേഴ്സ് മച്ച് ആസ് പോസിബിൾ, റെഗുലർ ടോയ്ലറ്റിംഗ് 4 hourly, bed, bathe or shower as possible, meals in room, encouraged dining room, psychological assessment was given. He was contacted Polish Welfare League for support, and also they have contacted the cousin. Then after a few days, 26, then after like almost 2 or 3 weeks later, what happened? Psychological review was given, record behavior chart was prepared, consistent management, staff and routine, then reinforced positive behavior, and 10 days later, what happened? The patient started to eat normally, his character has started to calm down slowly. Still in room, so there is no change in his dining, he is still eating in his room. Staff contacted cousin, no contact 7 years, says may visit. അപ്പം കസിനുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആളാണ്. അപ്പോൾ കസിനെ വിളിച്ചു, കസിൻ പറഞ്ഞു 7 വർഷമായിട്ട് ഇദ്ദേഹമായിട്ട് യാതൊരു കോൺടാക്റ്റും ഇല്ലാത്തതാണ് ഞാൻ, എന്തായാലും ചിലപ്പോൾ വരാമെന്ന് പറഞ്ഞിരുന്നു. അതൊന്നും നമുക്ക് എഴുതേണ്ട ആവശ്യമില്ല, അല്ലേ? അതൊക്കെ എന്ന് പറഞ്ഞ കാര്യങ്ങളാണ്, അതൊന്നും ഇപ്പം എഴുതേണ്ട കാര്യമില്ല. ഓക്കെ. സ്റ്റാഫ് കോൺടാക്റ്റഡ് പോളിഷ് വെൽഫെയർ ലീഗ്, സം ഹെൽപ്പ് അവൈലബിൾ. ഓക്കെ, ഫൈൻ. പോളിഷ് വെൽഫെയർ ലീഗ് കോൺടാക്ട് ചെയ്തു വീണ്ടും. ആൻഡ് ദെൻ വാട്ട് ഹാപ്പൻസ് പിന്നെ പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് 2 months ലേറ്റർ ആണ്, 2 മാസത്തിന് ശേഷം, 10ാം മാസം കഴിഞ്ഞ് 12ാം മാസം ആയപ്പോഴാണ് പറയുന്നത്. സ്റ്റിൽ ഈറ്റ്സ് ഇൻ റൂം. സോ പേഷ്യന്റ് ഇപ്പോഴും ഡൈനിങ് ഏരിയയിൽ പോയിട്ട് ഫുഡ് കഴിക്കാൻ താല്പര്യപ്പെടുന്നില്ല, ഇപ്പോഴും പേഷ്യന്റ് റൂമിൽ ഇരുന്ന് കഴിക്കുന്നു. കസിൻ വിസിറ്റ് ചെയ്തു. ഓക്കെ. പേഷ്യന്റ് യെൽസ് അറ്റ് ഹെർ. പേഷ്യന്റ് വാസ് വെരി arrogant. She leaves upset. Staff phoned her later, she refuses visit again. അപ്പം വളരെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് കൊടുക്കുകയാണല്ലേ. അപ്പം എന്തൊക്കെ പറയാ, ഇതിൽ ആകെ എഴുതുന്നത് എന്താണ്? കസിൻ വിസിറ്റ് ചെയ്തു. ഇനീഷ്യലി കസിൻ വിസിറ്റ് ചെയ്തപ്പോൾ പേഷ്യന്റ് വളരെ അറഗന്റ് ആയിരുന്നു, അല്ലെങ്കിൽ പേഷ്യന്റ് ഷൗട്ട് ചെയ്തു എന്ന് മാത്രം എഴുതിയാൽ മതി, അല്ലേ? അല്ലാതെ ഷീ ലീവ്സ് അപ്സെറ്റ് എന്നോ, സ്റ്റാഫ് ഫോൺ ചെയ്തു എന്നോ, അല്ലാതെ ഷീ റെഫ്യൂസസ് ടു വിസിറ്റ് അഗെയിൻ ഒന്നും നമ്മൾ പറയേണ്ട കാര്യമില്ല. ആൻഡ് ദെൻ പിന്നെ പറയുന്നത് അടുത്ത വർഷത്തിലേക്ക് വരികയാണ്. അപ്പോൾ ഓൾമോസ്റ്റ് 1 month ലേറ്റർ, പിന്നെയും 1 മാസം കടന്നുപോയി.
ബിഹേവിയറുള്ള ചേഞ്ച് ആണ് പറയുന്നത്. റെസ്പോൺസ് ടു ഫേം റിക്വസ്റ്റ്, ജനറലി കാമർ, പ്രിഫേഴ്സ് മെയിൽ നേഴ്സ്. സ്റ്റിൽ ഫീമെയിൽ നേഴ്സ് ഇദ്ദേഹം പ്രിഫർ ചെയ്യുന്നില്ല, ഇപ്പോഴും മെയിൽ നേഴ്സ് തന്നെയാണ് പ്രിഫർ ചെയ്യുന്നതെന്ന് പറയുന്നു. ഷവേഴ്സ് മോസ്റ്റ് ഡേയ്സ്, മോസ്റ്റ് മീൽസ് ഇൻ ഡൈനിങ് റൂം, വാക്സ് there. സോ പേഷ്യൻ്റ് ഇപ്പം മിക്ക ദിവസങ്ങളും കുളിക്കുന്നുണ്ട്, ഷവർ ചെയ്യുന്നുണ്ട്, ഡൈനിങ് റൂമിലേക്ക് മീൽസ് ഷിഫ്റ്റ് ചെയ്തു, വാക്സ്, ഓഫൺ ലിസൺ ടു മ്യൂസിക് കേൾക്കാൻ തുടങ്ങുന്നു പേഷ്യൻ്റ്. സ്മൈൽ ടുഡേ എന്ന് പറയുന്നു. ഓക്കെ, സോ ഐ തിങ്ക് ദ പേഷ്യൻ്റ് ഹാസ് ബിക്കം മോർ ആൻഡ് മോർ കാമർ. ദെൻ അഗെയിൻ കോൺടാക്റ്റഡ് കസിനെ വീണ്ടും വിളിക്കുന്നു, ചിന്തിക്കാം, വിൽ തിങ്ക് അബൌട്ട് ഇറ്റ് എന്ന് പറയുന്നു. ആൻഡ് ദെൻ ടുഡേ കസിൻ വിസിറ്റഡ് വെൻ വെൽ. അപ്പോൾ ആദ്യം കസിനെ വിസിറ്റ് ചെയ്തപ്പോൾ, കസിൻ വന്ന് കണ്ടപ്പോൾ, 7 വർഷമായിട്ട് കോൺടാക്ട് ഇല്ലാത്ത ഒരാളാണെന്ന് കണ്ടപ്പോൾ വളരെ ആർഗ്യൂ ചെയ്തെങ്കിലും വളരെയായിട്ട് ഷൗട്ട് ചെയ്തെങ്കിലും ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, എല്ലാം ഓക്കെ ആയി. സേസ് വുഡ് സീ മോർ ഇഫ് ക്ലോസർ. അപ്പോൾ എന്ത് പറയുന്നു? കസിൻ പറയുന്നു, കസിൻ ഇവിടെ പറയുന്നുണ്ടല്ലോ, കസിൻ ലീവ്സ് 50 കിലോമീറ്റേഴ്സ് അവേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 50 കിലോമീറ്റേഴ്സ് അവേ താമസിക്കുന്നതുകൊണ്ട് കസിന് ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാനുള്ള ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് എങ്ങാനും ആയിരുന്നുവെങ്കിൽ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വന്ന് കാണാം, എനിക്ക് കുറച്ചും കൂടെ കൺവീനിയൻ്റ് ആയിരുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നഴ്സിംഗ് ഹോമിലേക്ക് മാറ്റുന്നത്. സോ ഇവിടെ പ്രത്യേകിച്ച് റീസൺസോ കാര്യങ്ങളോ ഒന്നുമില്ല. സോ ഐ തിങ്ക് ഇത്തരത്തിലുള്ള സിമിലർ ഫെസിലിറ്റി ട്രാൻസ്ഫർ, അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് ഹോമിൽ നിന്ന് മറ്റൊരു നഴ്സിംഗ് ഹോമിലേക്ക് ഒരു പേഷ്യൻറ്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു സെയിം ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഒരു ഫെസിലിറ്റിയിൽ നിന്ന് മറ്റൊരു ഫെസിലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ അത് മെഡിക്കൽ റീസൺസ് ആവില്ല, കാരണം മറിച്ച് മറ്റെന്തെങ്കിലും സോഷ്യൽ റീസൺസ് ആയിരിക്കാം. മിക്കപ്പോഴും ഫാമിലിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് OET കൂടുതലും കൊണ്ടുവരുന്നത്. ഇവിടെയും അത് തന്നെയാണ് കാണപ്പെടുന്നത്. ടു ലീവ് ക്ലോസർ ടു ഹിസ് കസിൻ, അല്ലെങ്കിൽ ഫാമിലിയാണ് ഈ പേഷ്യൻറ്റിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റു സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് ഹോമിൽ നിന്ന് മറ്റൊരു നഴ്സിംഗ് ഹോമിലേക്ക് ട്രാൻസ്ഫർ ആകുന്നത്. സോ ഐ ഹോപ്പ് ദാറ്റ് ഈസ് ക്ലിയർ ഫോർ എവറി വൺ. എല്ലാവരും ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് നൗ ഐ തിങ്ക് വിൽ മൂവ് ഓൺ ടു എ മോഡൽ ആൻസർ. മോഡൽ ആൻസർ നമുക്ക് വായിക്കാവുന്നതാണ് തീർച്ചയായിട്ടും. ആൻഡ് ദെൻ യു വിൽ ഗെറ്റ് എ പിക്ചർ ഓഫ് ഹൗ യു ഹാവ് ടു summarize the information when it is more than 1 month, 2 month or 3 month or 4 month. അപ്പോൾ ഡ്യൂറേഷൻ കൂടുന്നതനുസരിച്ച് എങ്ങനെ സമ്മറൈസ് ചെയ്യാൻ ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. സോ ലേ ഔട്ടിലേക്ക് ഞാൻ പോകുന്നില്ല. സോ ദിസ് ഇസ് ദ ഇൻട്രൊഡക്ഷൻ. ട്രാൻസ്ഫറിങ്, സോ വളരെ ക്ലിയർ ആയിട്ട് ട്രാൻസ്ഫർ ആവുകയാണെന്ന് പറയുന്നു അല്ലേ. ട്രാൻസ്ഫറിങ് മിസ്റ്റർ പീറ്റർ നോട്ടൺ ഫോർ ദ കണ്ടിന്യൂഷൻ ഓഫ് കെയർ. സോ കണ്ടിന്യൂഡ് കെയറിനാണെന്നും പേഷ്യൻറ്റിന്, പീറ്റർ നോട്ടൺ എന്ന പേഷ്യൻറ്റിന് ട്രാൻസ്ഫർ ആവുകയാണെന്നും വളരെ ബിഗിനിങ്, വെരി ഫസ്റ്റ് തന്നെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു, മെൻഷൻ ചെയ്തിരിക്കുകയാണ് അല്ലേ. ആൻഡ് മാനേജ്മെന്റ്, ട്രാൻസ്ഫറിങ് മിസ്റ്റർ പീറ്റർ നോട്ടൺ ഫോർ ദ കണ്ടിന്യൂഷൻ ഓഫ് കെയർ ആൻഡ് മാനേജ്മെന്റ് ഫോർ ഹിസ് മൾട്ടിപ്പിൾ ഹെൽത്ത് ഇഷ്യൂസ്, ഫോർ റിക്വയർമെന്റ്സ്. ഹെൽത്ത് ഇഷ്യൂസ് എന്നുള്ള ആ ഒരു വേർഡിന് നമ്മൾ പാരാഫ്രൈസ് എന്താക്കി, റിക്വയർമെന്റ്സ് എന്നാക്കിയിരിക്കുകയാണ്. ആൻഡ് ഓൾസോ ഫോർ അഡ്വാൻറ്റേജ് ടു ബി നിയറർ ടു ഹിസ് 2 cousins residence. സോ ഇത്തരത്തിലുള്ള ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഈ സിമിലർ ഫെസിലിറ്റി ട്രാൻസ്ഫർ ഉണ്ടാകുമ്പോൾ ഇൻട്രൊഡക്ഷനിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. എന്തിനാണ് പേഷ്യൻ്റ് ട്രാൻസ്ഫർ ആവുന്നത് അല്ലേ? മൾട്ടിപ്പിൾ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളത് കൊണ്ടല്ല ഈ പേഷ്യൻ്റ് ട്രാൻസ്ഫർ ആവുന്നത്. ഈ പേഷ്യൻ്റ് ട്രാൻസ്ഫർ ആവാനുള്ള മറ്റൊരു കാരണം എന്ന് പറയുന്നത് ടു ബി നിയറർ ടു കസിൻസ് റെസിഡൻസ്. സോ അത് വളരെ മിക്കപ്പോഴും കുട്ടികൾ എഴുതുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ he is shifted to live closer to his family എന്നൊക്കെയാണ് എഴുതാറ്. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് നൗ ബിക്കം എ ക്ലീഷേ. അത് പലപ്പോഴും കുട്ടികൾ അത് എഴുതിയൊരു ഓവർലി യൂസ്ഡ് ആയിട്ടെന്ന് തോന്നുന്നു. സോ ഐ തിങ്ക് നൗ യു ക്യാൻ കം അപ്പ് വിത്ത് സംതിങ് ഡിഫറെൻറ്റ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതിയിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഫോർ ദ അഡ്വാൻറ്റേജ് ടു ബി നിയറർ ടു കസിൻസ് റെസിഡൻസ്, ആൻഡ് ഓൾസോ ഫോർ ദ അഡ്വാൻറ്റേജ് ടു ബി നിയറർ ടു കസിൻസ് റെസിഡൻസ്. വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സെൻറ്റൻസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഈ ഇൻട്രൊഡക്ഷനിൽ എല്ലാ കാര്യങ്ങളും ഒറ്റ സെൻറ്റൻസിലെല്ലാം പറഞ്ഞു എന്നുള്ളതാണ് അല്ലേ. ട്രാൻസ്ഫർ ആവുന്നു പീറ്റർ നോട്ടൺ, കണ്ടിന്യൂഷൻ ഓഫ് കെയർ ആൻഡ് മാനേജ്മെന്റിനാണ്, മൾട്ടിപ്പിൾ ഹെൽത്ത് ഇഷ്യൂസ് ആണ്, ആൻഡ് ഓൾസോ ഫോർ ദ അഡ്വാൻറ്റേജ് ടു ബി നിയറർ ടു കസിൻസ് റെസിഡൻസ് എന്നുള്ള കാര്യത്തിലൂടെ എല്ലാ വിവരങ്ങളും നമ്മൾ അവിടെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി. അപ്പം ഒരിക്കലും നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ 2 സെൻറ്റൻസ് അല്ലെങ്കിൽ 3 സെൻറ്റൻസ് അങ്ങനെ എഴുതണം, നമ്മൾ ഇത്ര സെൻറ്റൻസ് വേണമെന്ന് നിർബന്ധമില്ല. എല്ലാ വിവരങ്ങളും ഇൻകോപ്പറേറ്റ് ചെയ്ത് വളരെ പ്രിസിഷനോട് കൂടി നമുക്ക് കാര്യങ്ങൾ പ്രസന്റ് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതാണ് ഏറ്റവും നല്ലത് അല്ലേ. അതാണ് നമ്മുടെ ലാംഗ്വേജ് എത്രത്തോളം നന്നായിട്ട് കാണിക്കുന്നത് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള സെൻറ്റൻസിൽ കുട്ടികൾക്ക് തീർച്ചയായിട്ടും കടമെടുക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, ആൻഡ് നൗ മൂവിംഗ് ടു ദ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ്.
So Norton had spent around 6 months. I think 6 months. Calculation mistake. 6 months illa left. I think 3 or 4 months. 6 months in our facility. അപ്പോൾ അത്ര നാളത്തെ ഒരു പരിചയമുള്ള ആളാണെന്നുള്ള കാണിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എഴുതിയിരിക്കുന്നത് കേട്ടോ. Okay. Then his records in this time period not resistive behavior to nurses, especially to female nurses, and refusal to daily walks and meals and dining area initially. അപ്പോൾ ഇനീഷ്യലി ഉള്ള കാര്യങ്ങളെ പറ്റി ഒരു പേഷ്യന്റിന് ഒരു പിക്ചർ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ. ഇനീഷ്യലി ഇങ്ങനെയായിരുന്നു ഇദ്ദേഹം, പിന്നീടാണ് ഇങ്ങനെ ആയത് എന്ന് പറയാനായിട്ട് നമ്മൾ ആ ഇനീഷ്യൽ പിക്ചർ കൊടുക്കാൻ വളരെ ഷോർട്ടായിട്ടൊരു 1 സെന്റൻസ് എന്ത് പറഞ്ഞു, his records in this time period not resistive behavior to nurses, especially to female nurses, and refusal to daily walks and meals at dining area initially ഇദ്ദേഹം ഇങ്ങനെയുള്ളൊരു ക്യാരക്ടറിന്റെ ഉടമയായിരുന്നു. And then in response he had been provided with, so അതിന്റെ നമ്മൾ കോൺസിക്വന്റ്ലി അല്ലെങ്കിൽ സബ്സിക്വന്റ്ലി എന്നൊക്കെ പറയുന്നതിന് പകരം ഇൻ റെസ്പോൺസ് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടെംപ്ലേറ്റ് ഉപയോഗിച്ചിരിക്കുന്നു. He had been provided with psychological assistance and help from Polish welfare league, however was uninterested to socialize and to meet his cousin. എന്തായാലും പേഷ്യന്റിനോടൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല, വളരെ നെഗറ്റീവായിട്ടുള്ള ബിഹേവിയർ ആയിരുന്നു. Later, with consistent psychological review and other management measures, his resistive behavior had been compromised to calmer response. So, എന്നിട്ട് നമ്മൾ തോറ്റുകൊടുത്തില്ല, കൺസിസ്റ്റന്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് മെഷേഴ്സിലൂടെ അദ്ദേഹത്തിന്റെ റെസ്പോൺസ് അദ്ദേഹത്തിന്റെ ബിഹേവിയർ ഇപ്പോൾ കുറച്ചുകൂടെ കാമറായി മാറിയിരിക്കുന്നു. In addition, he became cooperative to showering and enjoys music. പിന്നെ ഇവിടെ ഓൺ 10 Jan 2022 അത് എൻ്റെ ഒരു മിസ്റ്റേക്ക് ആണ്. അതിന് പറയുന്നത് എന്ത് എഴുതാം, അത് ടുഡേസ് ഡേറ്റ് ആയതുകൊണ്ട് തന്നെ ഒരിക്കലും അങ്ങനെ എഴുതുന്ന കാര്യമില്ല. ദാറ്റ് ഈസ് അഗൈൻ മൈ മിസ്റ്റേക്ക്. അവിടെ ടുഡേ എന്ന് എഴുതിയാൽ മതി. ടുഡേ ഹി റെസ്പോണ്ടഡ് പോസിറ്റീവ്ലി ടു കസിൻസ് വിസിറ്റ് ആൻഡ് റിക്വസ്റ്റഡ് ഫോർ മോർ വിസിറ്റ്സ്. Mr. Peter Norman, who is a retired immigrant from Poland, has interest in Polish music. So വളരെ കണക്ട് ചെയ്ത് ആ പോളണ്ട് പോളിഷ് മ്യൂസിക്കും എല്ലാം കൂടെ കണക്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ. മിസ്റ്റർ പീറ്റർ നോട്ടൺ, who is a retired immigrant from Poland, has interest in Polish music. So ഇങ്ങനെയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോണ്ടന്റുകൾ കണക്ട് ചെയ്ത് എഴുതേണ്ടത്. His past report reveals of alcohol related dementia. So ആ പാസ്റ്റ് ഹിസ്റ്ററിയിൽ നിന്ന് ഒരു കാര്യം മാത്രമേ എഴുതിയിട്ടുള്ളൂ, ഡിമെൻഷ്യനെ കുറിച്ച് മാത്രം. And on transfer, ensure constant monitoring and assistance from male staff for him. He requires psychological support and please make possibilities for cousins visit. Please arrange him for socialization. If you have any queries, do not hesitate to contact me. So ഇത്രയുമാണ് ഈ ഒരു കേസ് നോട്ടിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇതിൽ മെയിനായിട്ട് ഡിസ്കസ് ചെയ്ത മെയിൻ പോയിന്റ്സ് നമ്മൾ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ സിമിലർ ഫെസിലിറ്റി ട്രാൻസ്ഫർ എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സിമിലർ ഫെസിലിറ്റി ട്രാൻസ്ഫർ വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇൻട്രൊഡക്ഷനിൽ കൃത്യമായിട്ടും എന്താണ് പേർപ്പസ് എന്നുള്ള കാര്യം, അല്ലെങ്കിൽ എന്തിനാണ് സിമിലർ ഫെസിലിറ്റി എന്ന് പറയുമ്പോൾ മെഡിക്കൽ നീഡ്സുമായിട്ട് ബന്ധപ്പെടാൻ സാധ്യത വളരെ കുറവാണ്, സോഷ്യൽ നീഡ്സ് ആയിരിക്കും. ഇവിടെ ഈ പറയുന്ന പോലെ കസിൻ്റെ വീടിൻ്റെ അടുത്ത് താമസിക്കൽ, കസിനുമായിട്ട് കുറച്ചും കൂടെ ഈസി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് കസിൻ്റെ വീടിൻ്റെ അടുത്തുള്ള നഴ്സിംഗ് ഹോമിലേക്ക് ഇദ്ദേഹം ട്രാൻസ്ഫർ ആവുകയാണ്. സോ മോസ്റ്റ് കേസസ് ഫാമിലിയായിട്ട് ബന്ധപ്പെട്ട റീസൺസ് ആയിരിക്കാം. സോ സിമിലർ ഫെസിലിറ്റി ട്രാൻസ്ഫേഴ്സ് ലെറ്റേഴ്സ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളോട് പറഞ്ഞത്. സോ യു ക്യാൻ എക്സ്പെക്ട് ദിസ് കൈൻഡ് ഓഫ് ക്വസ്റ്റൻസ് ഇൻ ദ നിയർ ബൈ എക്സാംസ് ടു. സോ സ്റ്റേ ട്യൂൺഡ്. ഐ തിങ്ക് താങ്ക് യു സോ മച്ച് ഫോർ ദ കോൺസ്റ്റന്റ് വ്യൂ ആൻഡ് സപ്പോർട്ട്. എല്ലാവരും മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്കിലൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും എക്സാംസ് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ കുട്ടികൾക്കും ഇത് ഒരുപാട് ബെനിഫിറ്റ് ആവട്ടെ. So tomorrow we have reading live session by Pujama at 12 p.m. So stay tuned, and it's me Harish signing off from Let's Update Language Academy. See you on next week. Bye bye.